നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു പുതിയ ദിവസത്തിന്റെ തുടക്കത്തിലേക്ക് ഒരു വാർത്താ ദിവസത്തിലേക്ക് സ്വാഗതം. മഴയാണ്, എല്ലായിടത്തും ശക്തമായ മഴയുണ്ട്. ഒരു കാലവർഷം വളരെ നേരത്തെ കഴിഞ്ഞ കുറേ വർഷങ്ങൾ എടുത്തു നോക്കിയാൽ കാലവർഷം വളരെ എത്തുന്ന ഒരു തവണയായിരിക്കും, ഒരു വർഷമായിരിക്കും ഇതെന്നാണ് പൊതുവെയുള്ള പ്രവചനം. അപ്പോൾ നല്ല മഴയുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ പിറന്നാളാണ്. നമ്മുടെ മലയാളികളുടെ പ്രിയതാരം മോഹൻലാലിൻ്റെ പിറന്നാൾ ദിവസമാണിന്ന്. അപ്പോൾ നമുക്ക് മോഹൻലാലിന്, മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടന് ഒരു പിറന്നാൾ ആശംസയൊക്കെ പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. വാർത്തകളിലേക്ക് വന്നാൽ, ഇന്ത്യയുടെ നയം വിശദീകരിക്കാൻ വിദേശത്തേക്ക് ഒരു നയതന്ത്ര സംഘം പുറപ്പെടുകയാണ്. 7 സംഘങ്ങളിൽ ആദ്യത്തെ 2 സംഘങ്ങൾ ഇന്നത്തെ ദിവസം പുറപ്പെടും. അങ്ങനെ വാർത്തകൾ കൊണ്ട് വളരെ സജീവമാവുന്ന ഒരു ദിവസമാണ് നമ്മൾ തുടങ്ങുന്നു. ആദ്യം പക്ഷേ നമ്മൾ പ്രാദേശിക വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. നാട്ടിലെന്തുണ്ട്? മലപ്പുറം കൂരിയാട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായി. നിർമ്മാണത്തിലിരുന്ന ഹൈവേയുടെ പാർശ്വഭിത്തി ഇടിഞ്ഞു വീണത് ചെറിയ ആശങ്കയൊന്നും അല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. അതേ തുടർന്ന് പല ഭാഗത്തു നിന്നും അത്തരം റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. തിരുവനന്തപുരം ആറ്റിങ്ങൽ ബൈപ്പാസ് നിർമ്മാണത്തിൽ നാട്ടുകാർക്ക് മറ്റൊരു തരത്തിലാണ് ആശങ്ക. കിഴുവിലം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നിരവധി പ്രദേശങ്ങൾ ഈ ഒരു ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്ന് വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. മഴ പെയ്താൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. ആറ്റിങ്ങൽ ബൈപ്പാസ് കടന്നു പോകുന്ന കിഴുവിലം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലാണ് വീടുകളിലും പുരയിടങ്ങളിലും വെള്ളക്കെട്ട് ഭീഷണി നിലനിൽക്കുന്നത്. മഴ പെയ്താൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. ബൈപ്പാസ് നിർമ്മാണത്തിനായി പ്രദേശത്തെ നീർച്ചാലുകൾ മൂടിയതും അശാസ്ത്രീയ ഓട നിർമ്മാണവുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ചെറിയ മഴ പെയ്താൽ പോലും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പല കുടുംബങ്ങളും. കാലവർഷം എത്തുന്നതോടെ സ്ഥിതി രൂക്ഷമാകും. ഒഴുകിപ്പോകാൻ മാർഗമില്ലാത്തതിനാൽ മഴവെള്ളം മാസങ്ങളോളം പുരയിടങ്ങളിൽ കെട്ടിനിൽക്കും. ഇതിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് രോഗങ്ങൾക്കിടയാക്കും. ദേശീയപാത നിർമ്മാണത്തിനായി വീടിനോട് ചേർന്ന് ഭൂമി വിട്ടു നൽകിയ പലർക്കും ഇപ്പോൾ വീട്ടിൽ കയറാൻ വഴിയില്ലാത്ത അവസ്ഥയാണ്. ഈ റോഡ് വന്നതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ നമ്മളാരും ഈ വികസനത്തിനെതിരൊന്നും അല്ല. റോഡ് വന്നാൽ നല്ലത് തന്നെ. നമുക്ക് ഒരുപാട് കളിസ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നശിച്ചു പോയി. അത് കുഴപ്പമില്ല. പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കാരണം അവിടെ നിന്ന് കുളത്തിൽ നിന്ന് ഒരുപാട് തോടുകൾ ഇങ്ങോട്ട് വന്ന് ഈ ബൈപ്പാസ് റോഡ് പാസ് ചെയ്ത് പോകണ്ടായിരുന്നു ഇപ്പുറത്തോട്ട്. ഇപ്പം അതെല്ലാം അടച്ച് ഇപ്പോൾ ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ അവിടെ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് 2 സൈഡും ഫുള്ള് വെള്ളമാവുകയാണ്. പഞ്ചായത്ത് റോഡുകൾ പലതും വെട്ടിമുറിക്കപ്പെട്ടതോടെ ഈ ഭാഗങ്ങളിലെ വാട്ടർ സപ്ലൈ ലൈനുകളും നഷ്ടമായി. ഇതും പല കുടുംബങ്ങൾക്കും ബുദ്ധിമുട്ടാകുന്നുണ്ട്. പലവട്ടം നാട്ടുകാർ പരാതി നൽകിയെങ്കിലും റോഡ് നിർമ്മാണം പൂർത്തിയായ ശേഷം ഇക്കാര്യങ്ങൾ പരിശോധിക്കാമെന്ന നിലപാടിലാണ് അധികൃതർ. റോഡ് നിർമ്മാണം പൂർത്തിയാക്കി കരാറുകാർ മടങ്ങിയാൽ നാടിന്റെ ദുരിതം ഇതേപടി നിലനിൽക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ആറ്റിങ്ങൽ. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത താഴ്ന്നുപോയെന്ന പരാതിയിൽ വിജിലൻസ് ക്വാളിറ്റി കൺട്രോൾ വിഭാഗം ഈ ഭാഗത്ത് പരിശോധന നടത്തി. റിപ്പോർട്ട് ഉടൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കൈമാറുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 1 വർഷം മുമ്പ് നവീകരിച്ച എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ ഒരു വശമാണ് താഴ്ന്നുപോയത്. ഇതിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന് താമരശ്ശേരി സ്വദേശി മജീദ് പരാതി നൽകിയിരുന്നു. ഇതിലാണ് വിജിലൻസ് ക്വാളിറ്റി കൺട്രോളർ ജില്ലാ മേധാവി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. നവീകരണ പ്രവൃത്തിയിലെ അപാകതകൾ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടു. ഉടൻ റിപ്പോർട്ട് മന്ത്രിക്ക് നൽകുമെന്ന് സംഘം പറഞ്ഞു. കൊയിലാണ്ടി താമരശ്ശേരി മുക്കം സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തിക്കായി 228 കോടി രൂപയാണ് KSTP വഴി ചെലവഴിച്ചത്. കരാർ ഏറ്റെടുത്തത് ശ്രീധന്യ കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയാണ്. പൂർത്തീകരിച്ചിട്ട് കേവലം 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഈ റോഡിൽ മുക്കം ഭാഗത്ത് നിന്ന് താമരശ്ശേരി കൊയിലാണ്ടി ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ റോഡിന്റെ ഇടതുഭാഗം പൂർണ്ണമായും താഴ്ന്ന അവസ്ഥയിലാണ്. ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നുണ്ട്. ക്രമക്കേട് നടത്തിയവർക്കെതിരെയും മേൽനോട്ട ചുമതലയുള്ള KSTP ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്ന് ആവശ്യമുയർന്നു. ഏകദേശം 2.5 വർഷം മുൻപ് ആരംഭിച്ച ഈ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ട് 1 വർഷം പിന്നിടാണ്. ഈ 1 വർഷം പിന്നിടുന്ന സമയത്ത് തന്നെ ഈ മുക്കം മുതൽ കൊയിലാണ്ടി വരെയുള്ള റോഡിൻ്റെ ഇടതുഭാഗം, അതായത് വാഹനങ്ങൾ ടിപ്പർ ലോറികളടക്കമുള്ള ഭാരം കയറ്റിയ വാഹനങ്ങളുടെ ടയർ
പതിയുന്ന ഭാഗം ഒരു ചാല് പോലെ താഴ്ന്നു പോയിരിക്കുകയാണ്. ഇത് കാരണം ഈ റൂട്ടിലൂടെ വരുന്ന ഇരുചക്ര വാഹനങ്ങളും അതേപോലെ ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങളും റോട്ടിൽ നിന്ന് പൊളഞ്ഞു കളിക്കുകയും നിയന്ത്രണം വിടുകയും നിരന്തരം അപകടത്തിൽപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതേ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. റോഡിൽ നിന്ന് വെള്ളം അഴുക്കുചാലിലേക്ക് ഒഴുക്കാതെ കെട്ടിക്കിടക്കുന്നു എന്ന മുക്കം ഗോതമ്പ് റോഡ് സ്വദേശി ഫൈസലിന്റെ പരാതിയിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. KSTP അസിസ്റ്റന്റ് എഞ്ചിനീയറെയും കരാർ കമ്പനി ഉദ്യോഗസ്ഥരെയും വിജിലൻസ് സംഘം വിളിച്ചു വരുത്തിയിരുന്നു. ന്യൂസ് 18 മുക്കം. കോതമംഗലം നേര്യമംഗലം നീണ്ടപാറ റോഡ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി വി ശിവൻകുട്ടിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 7 കോടി രൂപ ചെലവഴിച്ച് ആധുനിക നിലവാരത്തിലാണ് റോഡ് നവീകരിച്ചത്. മന്ത്രി PM മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി. മണിയൻപാറ SNDP ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ MLA ഫലകമാനാച്ഛാദനം ചെയ്തു. കൊട്ടാരക്കരയിൽ നിന്ന് ഗ്രാമീണ മേഖലകളിലൂടെയുള്ള KSRTC ദീർഘദൂര സർവീസുകൾ KN ബാലഗോപാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊട്ടാരക്കരയിൽ നിന്ന് പുറപ്പെട്ട് എറണാകുളം, കോട്ടയം, തൊടുപുഴ എന്നിവിടങ്ങളിലെത്തുന്ന 3 ബസ്സുകളാണ് പുതുതായി ആരംഭിച്ചത്. പുലർച്ചെ 5:30 പുറപ്പെടുന്ന എറണാകുളം, 6:20 പുറപ്പെടുന്ന കോട്ടയം, 4:30 പുറപ്പെടുന്ന തൊടുപുഴ എന്നീ ബസ്സുകളാണ് പുതിയതായി സർവീസ് ആരംഭിച്ചത്. ഗ്രാമീണ റോഡുകളിലൂടെ കടന്നുപോകുന്ന ബസ്സുകളായതിനാൽ സാധാരണക്കാർക്കും സർവീസ് ഗുണകരമാകും. ബസ്സുകളുടെ കന്നിയോട്ടം ധനമന്ത്രി KN ബാലഗോപാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. വളരെ വലിയ വികസനം ഉണ്ടായി. വളരെ പഴക്കമുള്ള സ്റ്റാൻഡുകളിലൊന്നാണ്. ഈ സ്റ്റാൻഡിൽ കൂടുതൽ സൗകര്യം ഉണ്ടാവേണ്ട ആവശ്യമാണ് കാലോചിതമായി. ഇപ്പോ പുതിയ കെട്ടിട നിർമ്മാണം ഇവിടെ ആരംഭിക്കാൻ പോവാണ്. ഇതിന് നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഇതിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി ഏകദേശം 8 കോടിയോളം രൂപ വരുന്ന ഒരു പദ്ധതിയാണ് കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിന്റെ ആധുനികവൽക്കരണവുമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സ്റ്റേഷൻ ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ യാത്രക്കാർക്ക് കുറച്ചുകൂടി സൗകര്യം കിട്ടുന്ന, ഇരിക്കാൻ വെയിറ്റിംഗ് സ്ഥലവും നല്ല റെസ്റ്റോറന്റും എല്ലാം അടക്കമുള്ള സൗകര്യങ്ങൾ ഈ ബസ് സ്റ്റാൻഡിനകത്ത് വരും. കണ്ടക്ടർമാർക്ക് ETM മെഷീനും ഡ്രൈവർക്ക് വേബിലും മന്ത്രി നൽകി. കൊട്ടാരക്കരയിലെ KSRTC ബസ് സ്റ്റാൻഡ്, ഗ്യാരേജ് എന്നിവയുടെ നവീകരണവും ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 കൊട്ടാരക്കര. ഇടുക്കി തൊമ്മൻകുത്ത് നാരങ്ങാനത്ത് സെന്റ് തോമസ് ഇടവക വിശ്വാസികൾ സ്ഥാപിച്ച കുരിശ് വനം വകുപ്പ് നീക്കം ചെയ്ത സംഭവത്തിൽ വിശ്വാസികളുടെ പ്രതിഷേധം തുടരുന്നു. കാളിയാർ ഫൊറോന പള്ളിക്ക് കീഴിലെ 5 ഇടവകയിൽ നിന്നുള്ള വിശ്വാസികൾ കാളിയാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സംഭവത്തിൽ വനം വകുപ്പിനെതിരെ പരസ്യ പ്രതിഷേധവുമായി നേരത്തെ കോൺഗ്രസും CPM-ഉം രംഗത്തെത്തിയിരുന്നു. ഇടുക്കിയിലെ ജനവാസ മേഖലയിൽ വനംവകുപ്പ് അതിക്രമം നടത്തുന്നുവെന്നാരോപിച്ച പ്രതിഷേധം കടുപ്പിക്കുകയാണ് മലയോര ജനത. ജനവാസ മേഖലകളിൽ വന്യജീവി ആക്രമണങ്ങൾ ആവർത്തിക്കുമ്പോഴും വനവിസ്തൃതി കൂട്ടാൻ ആണ് വനംവകുപ്പ് തിടുക്കം കാണിക്കുന്നത് എന്നാണ് ആരോപണം. തൊമ്മൻകുത്ത് നാരങ്ങാനത്ത് പള്ളി സ്ഥാപിച്ച കുരിശ് നീക്കം ചെയ്തത് ഇതിന് ഉദാഹരണമാണ് എന്നും വിശ്വാസികൾ പരാതിപ്പെടുന്നു. കൈവശാവകാശ രേഖയുള്ളതും പട്ടയാപേക്ഷ നൽകിയിട്ടുള്ളതുമായ ഭൂമിയിൽ നിന്നാണ് വനംവകുപ്പ് കുരിശ് നീക്കം ചെയ്തത് എന്ന് ഇവർ പറയുന്നു. സ്ഥലത്തിന് ഉറപ്പുണ്ട്. അവിടെ നേരത്തെ താമസിച്ചിരുന്ന ആൾക്കാരുടെ വിവരങ്ങളുണ്ട്. അവിടുത്തെ കൃഷിയെ പറ്റിയുള്ള തെളിവുകളുണ്ട്. റേഷൻ കാർഡുകളുണ്ട്. ഇലക്ട്രിസിറ്റി കണക്ഷന്റെ കാര്യമുണ്ട്. എത്ര വർഷം എന്നുള്ളതിന് ആദ്യകാലത്ത് പട്ടയത്തിന് വേണ്ടി അപേക്ഷിക്കപ്പെട്ടതാണ് സ്ഥലമെല്ലാം. അതുകൊണ്ട് സ്ഥലത്തിന്റെ പഴക്കത്തെപ്പറ്റി ഒരു സംശയമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് അനധികൃതമായിട്ട് കുരിശെടുത്തു പോയതാണ് ഫോറസ്റ്റുകാർ. അത് തെറ്റായ നടപടിയാണ്. വനം, റവന്യൂ വകുപ്പുകളുടെ ജോയിന്റ് വേരിഫിക്കേഷനിൽ വനഭൂമി എന്ന് കണ്ടെത്തിയതിനാലാണ് കുരിശു പൊളിച്ചത് എന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. വണ്ണപ്പുറം പഞ്ചായത്തിലെ 6-ാം വാർഡിൽ ജോയിന്റ് വേരിഫിക്കേഷൻ നടത്തിയിട്ടില്ലെന്നും പട്ടയ സാധ്യതയുള്ള മേഖലയാണ് എന്നും നാട്ടുകാർ വാദിക്കുന്നു. സർക്കാർ വാർഷിക പരിപാടിക്കായി മുഖ്യമന്ത്രി ജില്ലയിൽ എത്തിയപ്പോൾ കുരിശ് നീക്കം ചെയ്ത വിഷയം അടക്കം ധരിപ്പിച്ചതായി വൈദികർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. പൊതുനന്മയ്ക്കായി സ്ഥലം വിട്ടു നൽകി ദുരിതത്തിലായിരിക്കുകയാണ് ഇടുക്കി വാഴത്തോപ്പിലെ ചിന്നമ്മയും കുടുംബവും. വിട്ടു നൽകിയ ഭൂമിയിൽ മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിച്ചതോടെ വീട് ഇപ്പോൾ അപകടാവസ്ഥയിലായി. മഴക്കാലത്ത് വലിയ മണ്ണിടിച്ചിൽ ഭീഷണിയുമുണ്ട് ഈ കുടുംബത്തിന്. മുഖ്യമന്ത്രിയുടെ പ്രളയപുനരധിവാസ പദ്ധതിയിൽപ്പെടുത്തിയാണ് വാഴത്തോപ്പ് പഞ്ചായത്തിൽ പയനാവ് പേപ്പാറ അശോക കവല റോഡ് നിർമ്മിച്ചത്. 22 കിലോമീറ്റർ റോഡ് BM&BC നിലവാരത്തിൽ പണിയാൻ
122 കോടി രൂപയും അനുവദിച്ചു. പ്രദേശവാസിയായ നെല്ലാനിക്കൽ ചിന്നമ്മ സ്വന്തം പേരിലുള്ള പട്ടയഭൂമിയും വിട്ടു നൽകി. ഈ ഭാഗത്തിന് റോഡിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്ന് PWD അധികൃതർ വാക്ക് നൽകിയതുകൊണ്ടാണ് ഇവർ സ്ഥലം വിട്ടു നൽകിയത്. എന്നാൽ കരാറുകാരൻ വാക്ക് പാലിച്ചില്ല. വീടിനോട് ചേർന്ന് മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിച്ചതോടെ ഇപ്പോൾ ചിന്നമ്മയും കുടുംബാംഗങ്ങളും വലിയ ആശങ്കയിലാണ്. മഴക്കാലമാകുന്നതോടെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഇവർ പറയുന്നു. ഞാനൊരു രോഗിയാണ്. എനിക്ക് ഇവിടെ രാത്രിയിലാണെങ്കിലും കിടന്നുറങ്ങാൻ ഒരു രക്ഷയില്ല. എപ്പോഴാണ് മണ്ണിടിഞ്ഞ് ചാടുന്നതെന്ന് അറിയാൻ പാടില്ല. വണ്ടി വെയിൽ തെളിഞ്ഞ വണ്ടി പോയി കഴിയുമ്പോൾ പൊടി കാരണം എനിക്ക് ശ്വാസം മുട്ട ഇട്ട് വീട്ടിലിരിക്കാൻ പാടില്ല. വലിയ വണ്ടിയുടെ കല്ല് വരെ തെറിച്ച് തല ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ റോഡ് പണിതപ്പം മുതൽ കെട്ടിത്തരാൻ ഇതുവരെ കെട്ടി തന്നിട്ടില്ല. സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതോടെ കരാറുകാരൻ പണികൾ നിർത്തിവെച്ചു. ഇതോടെ 100 മീറ്റർ മാത്രം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയായി. നാട്ടുകാർ ഇക്കാര്യം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അധികൃതരും കരാറുകാരന് ഒത്താശ ചെയ്തതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഈ 50 മീറ്റർ പരിസരത്ത് ഈ വഴി എത്രയും പെടുന്നില്ലെങ്കിൽ ഞങ്ങൾ നാളെ മുതൽ KSTPയുടെ ഒരു വണ്ടി പൈനാവിൽ നിന്ന് പുറപ്പെട്ടാൽ ഞങ്ങൾ ഇവിടെ അറിയും. ആ വണ്ടി ഞങ്ങൾ തടഞ്ഞിരിക്കും. അത് പോലീസ് സെക്യൂരിറ്റിയോ പട്ടാളോ ആര് വന്നാലും അവരെ ഈ വഴിക്ക് ഞങ്ങൾ കടത്തിവിടത്തില്ല. മഴ ശക്തമാകുന്നതോടെ വീടിന് മുകളിലേക്ക് മണ്ണിടിയാനുള്ള സാധ്യതയും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. 6 അംഗങ്ങളാണ് ഈ വീട്ടിലുള്ളത്. 2018 പ്രളയത്തിൽ വലിയ മണ്ണിടിച്ചിലും പ്രകൃതിക്ഷോഭവും ഉണ്ടായ പ്രദേശത്തുകൂടിയാണ് റോഡ് കടന്നുപോകുന്നത്. ചിന്നമ്മയ്ക്കും കുടുംബത്തിനും സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ബാക്കിയുള്ള ഭാഗം കൂടി പൂർത്തീകരിച്ച് റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം തെക്കൻ മേഖലയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയാണ് ഒരു കൂട്ടം യുവതി-യുവാക്കൾ. കേരള തമിഴ്നാട് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് തണലോരം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. തെക്കൻ കേരളത്തിന്റെ അതിർത്തി ഗ്രാമമായ പാറശാല മുതൽ വെള്ളറട വരെയുള്ള 10 പ്രധാന ജംഗ്ഷനുകളിലാണ് സന്ദേശയാത്രയുമായി യുവജന സംഘം എത്തിയത്. യാത്രയെത്തിയ എല്ലായിടത്തും ജനപ്രതിനിധികളെയും വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ നൽകി. പാറശാല ജംഗ്ഷനിൽ നെയ്യാറ്റിങ്കര DYSP S ഷാജി ഫ്ളാഗ് ഓഫ് ചെയ്ത സന്ദേശയാത്രയിൽ ബൈക്ക് റാലി, വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബ്, വിവിധ കലാപരിപാടികൾ, എക്സൈസ് ഓഫീസർമാരുടെ നേതൃത്വത്തിലെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രഭാഷണങ്ങളും സംഘടിപ്പിച്ചു. പാറശാല സബ് ഇൻസ്പെക്ടർ ദീപു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തോമസ്, തമിഴ്നാട് പളുകൽ പോലീസ് ഇൻസ്പെക്ടർ ഇന്ദുചൂടൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചു. വെള്ളറട ജംഗ്ഷനിൽ ചേർന്ന സമാപന യോഗം വെള്ളറട പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളറട വികസന സമിതി അംഗങ്ങളായ രതീഷ്, സത്യശീലൻ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. ഗതകാല സ്മൃതികൾ പേറുന്ന ഓടനാടിനെ ഒറ്റ ക്യാൻവാസിലാക്കിയ താന്ത്രിക് ആർട്ട് കലാകാരൻ രാജേഷ് ആചാര്യയുടെ കലാസൃഷ്ടി ശ്രദ്ധേയമാവുന്നു. കായംകുളം നഗരസഭയും സമീപ പഞ്ചായത്തുകളും ഈ ചിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പ്രതിഭ MLAയുടെ നിർദ്ദേശപ്രകാരമാണ് രാജേഷ് ആചാര്യ ഈ സൃഷ്ടി വരച്ചത്. കൃഷ്ണപുരം കൊട്ടാരം, KPCC, കായംകുളം കായൽ, മത്സ്യകന്യക ശില്പം, കൂട്ടം വാതുക്കൽ കടവ് പാലം, ആരാധനാലയങ്ങൾ, കരുമാടിക്കുട്ടൻ ബുദ്ധപ്രതിമ, ഓച്ചിറക്കാള മുതൽ ചെട്ടിക്കുളങ്ങര കുംഭഭരണിക്ക് അണിയിച്ചൊരുക്കുന്ന കുതിരകൾ, തേരുകൾ തുടങ്ങിയവ രാജേഷ് ആചാര്യയുടെ കലാസൃഷ്ടിയിൽ ഉൾപ്പെടുന്നു. കേരളത്തിന്റെ റോബിൻഹുഡ് എന്നറിയപ്പെടുന്ന സാക്ഷാൽ കായംകുളം കൊച്ചുണ്ണിയും ക്യാൻവാസിൽ ഇടം പിടിച്ചു. കായംകുളം നഗരസഭയും സമീപ പഞ്ചായത്തുകളും ഇതിലുണ്ട്. പ്രതിഭ MLAയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവയൊക്കെ ക്യാൻവാസിലാക്കിയതെന്ന് രാജേഷ് പറഞ്ഞു. MLAയുടെ ചിത്രവും ഉൾപ്പെടുത്തി അവർക്ക് തന്നെയാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കായംകുളത്തിൻ്റെ എല്ലാം ചേരുന്ന ഒരു ചിത്രം പ്രിയപ്പെട്ട ചിത്രകാരൻ, വളരെ ടാലൻറ്റഡ് ആണ് ശ്രീ രാജേഷ് ആചാര്യയോട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന താന്ത്രിക് ആർട്ടിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ കായംകുളത്തിൻ്റെ ചില പ്രത്യേകതകൾ പറഞ്ഞപ്പം ഈ ചിത്രം നോക്കി നമുക്കറിയാം. എനിക്ക് ഇവിടുത്തെ 6 പഞ്ചായത്ത് നഗരസഭ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കായംകുളത്തിൻ്റെ വള്ളംകളി വന്നിട്ടുണ്ട്, കെട്ടുകാഴ്ചകൾ വന്നിട്ടുണ്ട്, കായംകുളം കൊച്ചുണ്ണി വന്നിട്ടുണ്ട്, KPSC വന്നിട്ടുണ്ട്, നമ്മുടെ കൃഷ്ണപുരം കൊട്ടാരം വന്നിട്ടുണ്ട്. ഇതിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കായംകുളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു ക്യാൻവാസിൽ നമ്മുടെ കായംകുളത്തെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. 2 ആഴ്ചയിൽ കൂടുതൽ ചെലവഴിച്ചാണ് ചിത്രം തീർത്തത്. കായംകുളം മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന പഞ്ചായത്തുകളെ അതേ ദിക്കിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കായംകുളത്തിന്റെ കൂടുതൽ ചിത്രങ്ങൾ ഇത്തരത്തിൽ വരയ്ക്കുമെന്ന് രാജേഷ് ആചാര്യ പറഞ്ഞു. ന്യൂസ് 18 കായംകുളം.
ഇനി കാറ്റും കാഴ്ചകളും തേടി ഒരു യാത്ര പോയാലോ? അതും ഇടുക്കിയിലെ ചതുരംഗപ്പാറയിലേക്ക്. കാണാം നമുക്ക് തമിഴ്നാടൻ കാർഷിക ഗ്രാമങ്ങളുടെ വിദൂര കാഴ്ച സമ്മാനിക്കുന്ന ചതുരംഗപ്പാറയുടെ വിശേഷങ്ങൾ. സദാസമയം വീശിയടിക്കുന്ന തണുത്ത കാറ്റ്, മലമുകളിൽ കാറ്റിനെ തടഞ്ഞു നിൽക്കുന്ന കാറ്റാടികൾ, താഴ്വാരത്തിലെ കൃഷിയിടങ്ങൾ, ചെങ്കുത്തായ മലനിരകൾ, അങ്ങനെ കാഴ്ചകൾ ഏറെയുണ്ട് ചതുരംഗപ്പാറയിൽ. ഏലമലക്കാടുകളിൽ തമിഴ്നാട് അതിർത്തിയിലാണ് ചതുരംഗപ്പാറ സ്ഥിതി ചെയ്യുന്നത്. മലമുകളിൽ വരെ വാഹനങ്ങളിലെത്താം എന്നതാണ് പ്രദേശത്തിന്റെ മറ്റൊരു സവിശേഷത. ട്രെക്കിങ്ങിനും അനുയോജ്യം. കുത്തനെയുള്ള കയറ്റമാണെങ്കിലും കാറ്റിന്റെ സാന്നിധ്യം മൂലം അധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല. കള്ളിപ്പാറ മലയിൽ നിന്ന് ചതുരംഗപ്പാറയിലേക്ക് ജീപ്പ് സഫാരിയുമുണ്ട്. ഏലമലകളുടെയും തമിഴ്നാടൻ കൃഷിയിടങ്ങളുടെയും കാഴ്ച ആസ്വദിച്ച് ജീപ്പിൽ യാത്ര ചെയ്യാം. ചാരപ്പാറ വ്യൂ പോയിന്റാണ്. ഇപ്പുറത്ത് പോയാൽ കള്ളിപ്പാറയാണ്, ഇപ്പുറത്ത് പോയാൽ ചാരപ്പാറയാണ്. നമ്മൾ തമിഴ്നാടാണ്. വേറെ ആൾക്കാർ, ഒട്ടേറെ ആൾക്കാർ KSRTC ഉല്ലാസയാത്രയായിട്ട് ഇഷ്ടംപോലെ KSRTC വരുന്നുണ്ട്. ഇന്നും പറവം ബസ് ഉണ്ടായിരുന്നു, ആലുവ ബസ് ഉണ്ടായിരുന്നു, പാലക്കാട് ഉണ്ടായിരുന്നു, തിരുവനന്തപുരം KSRTC ഉണ്ടായിരുന്നു. നമ്മൾ പാക്കേജായിട്ട് എടുക്കുന്നതാണ്. ഒരാൾക്ക് 150 രൂപ വെച്ച് 2 പോയിന്റ് കാണിച്ച് 1 മണിക്കൂർ വെയിറ്റിംഗ് ചെയ്യും, തിരിച്ചുകൊടുಕೊಂಡು നടക്കുന്നു. അതുകൊണ്ട് സഞ്ചാരികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. കുറച്ചു വർഷങ്ങൾക്കിടെ ഇടുക്കിയുടെ അതിർത്തി മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണമായി ചതുരംഗപ്പാറ മാറി. KSRTCയുടെ ഉല്ലാസയാത്രയടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. മൂന്നാറിൽ നിന്ന് തേക്കടിയിലേക്ക് പോകുന്നവരും ചതുരംഗപ്പാറയുടെ സൗന്ദര്യം ആസ്വദിച്ചാണ് യാത്ര തുടരുക. ന്യൂസ് 18 ഇടുക്കി. വൈദ്യുതി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഒരുങ്ങി പട്ടാമ്പി നഗരസഭ. അമൃത പദ്ധതിയുടെ ഭാഗമായാണ് സോളാർ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനായി തെരഞ്ഞെടുത്ത പൊതുയിടങ്ങളിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അമൃത് 2 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടാമ്പി നഗരസഭയിൽ സൗരോർജ്ജ വൈദ്യുതി ഉൽപാദനത്തിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 6.5 കോടി രൂപയാണ് ചിലവഴിക്കുന്നത്. നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുകയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഈ വൈദ്യുതി KSEBക്ക് നൽകുന്നതിലൂടെ നഗരസഭയ്ക്ക് വന്നിരുന്ന ഭീമമായ വൈദ്യുതി ബിൽ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. പട്ടാമ്പി നഗരസഭാ കാര്യാലയം, ഗവൺമെന്റ് സ്കൂളുകൾ, മത്സ്യമാർക്കറ്റ്, ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി, പമ്പ് ഹൗസ്, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ പദ്ധതി നടപ്പാക്കും. ഇതോടൊപ്പം നഗരസഭയ്ക്ക് കീഴിലുള്ള കളിസ്ഥലങ്ങളിൽ ഫ്ലഡ് ലിറ്റും നഗരത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകളും പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കും. ആദ്യഘട്ടം എന്ന നിലക്ക് 1,47,00,000 രൂപയുടെ ഓർഡറാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഏകദേശം 2-3 ദിവസത്തിനകം തന്നെ അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കും. തുടർന്ന് പട്ടാമ്പി റോഡ് പണി പൂർത്തീകരിക്കുന്നതോടുകൂടി റോഡിലെ ഇരുവശങ്ങളിലുള്ള മുഴുവൻ ലൈറ്റുകൾക്കും ആവശ്യമായ ഫണ്ട് ഇതിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. നഗരസഭാ പരിധിയിലുള്ള 3 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ, മേലെ പട്ടാമ്പി, ശങ്കരമംഗലം, കൊടലൂർ എന്നീ 3 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഫ്ലഡ് ലൈറ്റ് ആക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. കുടിവെള്ള വിതരണത്തിന്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ പ്ലാന്റ്, അതിൻ്റെ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഈ സോളാർ ആക്കുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ട്. നിലവിൽ സ്ഥാപനങ്ങൾക്ക് മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. പദ്ധതിയിലൂടെ ലഭിക്കുന്ന ലാഭം ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും പട്ടാമ്പി നഗരസഭ ലക്ഷ്യമിടുന്നു. ന്യൂസ് 18 പട്ടാമ്പി. കാസർഗോഡ് നീലേശ്വരം ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം നടന്നു. ഇടയിലേക്കാട് പാലുൽപാദക സഹകരണ സംഘം ഹൈജീനിക് മിൽക്ക് കളക്ഷൻ റൂമും ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ക്ഷീര കർഷകർക്ക് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. നീലേശ്വരം ക്ഷീരവികസന യൂണിറ്റിന്റെയും ക്ഷീര സഹകരണ സംഘങ്ങളുടെയും ആഭിമുഖ്യത്തിൽ മിൽമ, മൃഗസംരക്ഷണ വകുപ്പ്, കേരള ഫീഡ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ബ്ലോക്ക് ക്ഷീരകർഷക സംഗമം സംഘടിപ്പിച്ചത്. ജില്ലയിൽ 35 സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള കർഷകർ സംഗമത്തിൽ പങ്കെടുത്തു. സംഗമത്തോടനുബന്ധിച്ച് ഡയറി എക്സിബിഷനും ക്ഷീരോൽപ്പന്ന നിർമ്മാണ പ്രദർശനവും സംഘടിപ്പിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.75 ലക്ഷം രൂപയും മിൽമയുടെ 2.48 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് ഹൈജീനിക് മിൽക്ക് കളക്ഷൻ റൂം നിർമ്മിച്ചത്.
പാൽ കളക്ഷൻ റൂം, ലാബ് സൗകര്യം, ഓഫീസ് റൂം, കാലിത്തീറ്റ ഗോഡൌൺ തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 വലിയപറമ്പ്. കരവിരുതിന്റെ വേറിട്ട കാഴ്ചകൾ ഒരുക്കി പട്ടാമ്പി ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റ് ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്ഥിരമായി ചിത്രങ്ങൾ കാണാൻ പട്ടാമ്പിയിൽ ഒരു ഇടം ഒരുക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് സംഘാടകരുടെ ഈ ക്യാമ്പിന് പിന്നിൽ. കരവിരുതിന്റെ കലാസൃഷ്ടിയിൽ ക്യാൻവാസിൽ തെളിഞ്ഞു വന്ന ഒരു കൂട്ടം ചിത്രങ്ങളാണ് വേറിട്ട കാഴ്ചകൾ സമ്മാനിച്ചത്. മണിക്കൂറുകളോളം നീണ്ട പ്രയത്നത്തിൽ ക്യാൻവാസിൽ ഓയിൽ പെയിന്റിലാണ് ചിത്രശില്പ കലാപ്രവർത്തകർ വ്യത്യസ്ത ചിത്രങ്ങൾ വരച്ചത്. പട്ടാമ്പി പ്രദേശത്തെ ചിത്രശില്പ കലാപ്രവർത്തകരുടെ സൗഹൃദ കൂട്ടായ്മയാണ് ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റ് പട്ടാമ്പി അഥവാ ക്യാമ്പ് എന്നത്. 23 പേരടങ്ങുന്ന ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി ഗവൺമെന്റ് LP സ്കൂളിൽ ചിത്രകലാ ക്യാമ്പ് ഒരുക്കിയത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ രൂപം കൊണ്ട സംഘടന ഇതിനകം നിരവധി ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് ചിത്രകലയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലയിലെ ആളുകളാണ് പങ്കെടുക്കുന്നത്. ചിത്രകല ജന്മസിദ്ധമായ കഴിവുള്ളവരും അതുപോലെ അക്കാദമി പഠനം പൂർത്തിയാക്കിയ ആൾക്കാരുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. തൊഴിൽപരമായും ജീവിതശൈലിയുടെ ഭാഗമായും കലാസൃഷ്ടി നടത്തുന്ന നിരവധി പേരുണ്ട്. ഇവരിൽ പലരും തങ്ങളുടെ കലാസൃഷ്ടികൾ പലയിടത്തും പ്രദർശനങ്ങൾ നടത്തി കാഴ്ചയുടെ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു നൽകിയവരാണ്. ജന്മസിദ്ധമായും അക്കാദമിക് പഠനം വഴി മികവ് നേടിയെടുത്ത പ്രതിഭകൾക്ക് ഒത്തുചേരുവാനും പ്രദർശനം നടത്തുവാനും ഒരു വേദിയായി പ്രവർത്തിക്കാനാണ് ക്യാമ്പ് ഉദ്ദേശിക്കുന്നത്. സ്ഥിരമായി ഒരു ആർട്ട് ഗാലറി പട്ടാമ്പിയിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടി സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനും സംഘടന ഉദ്ദേശിക്കുന്നുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയിൽ നല്ല വാക്കുകൾ.